മുകളിലും താഴെയും മുല്ല നാസ്രുദ്ദീന് നല്ല ഒരു കൃഷിയിടമുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ധാന്യങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തു വന്നിരുന്നു. എപ്പോഴും നല്ല വിളവ് കിട്ടിയിരുന്നു. ഗ്രാമത്തിലെ മുഖ്യന് നാസ്രുദ്ദീന്റെ വിളവിന്റെ പങ്ക് കിട്ടണമെന്ന് മോഹം. പക്ഷേ മുല്ലയുണ്ടോ കൊടുക്കുന്നു. അതുകൊണ്ട് ഗ്രാമമുഖ്യന് ദേഷ്യമായി. ഒരു ദിവസം ഗ്രാമമുഖ്യൻ സുൽത്താനെ കണ്ട് പരാതി ബോധിപ്പിച്ചു. തിരുമേനി, ആ മുല്ല നാസ്രുദ്ദീൻ നല്ല വിളകൾ വളർത്തുന്നുണ്ട്, പക്ഷേ നികുതി നൽകുന്നില്ല. അത് ശരി, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? സുൽത്താൻ ചോദിച്ചു. മുല്ല നാസ്രുദ്ദീന്റെ വിളവുകളിൽ എനിക്ക് അവകാശം നൽകിക്കൊണ്ട് ഉത്തരവിറക്കാൻ കനിവുണ്ടാകണം, ഗ്രാമമുഖ്യൻ അപേക്ഷിച്ചു. അങ്ങനെയാകട്ടെ, മന്ത്രിയെ കണ്ട് ഉത്തരവ് വാങ്ങിക്കൊള്ളൂ, സുൽത്താൻ നിർദ്ദേശിച്ചു. ഗ്രാമമുഖ്യൻ മന്ത്രിയുടെ മുന്നിലെത്തി. വിളവിന്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത്? മന്ത്രി ചോദിച്ചു. കൃഷിഭൂമിക്ക് മുകളിൽ വിളയുന്നതെല്ലാം, അത്യാഗ്രഹിയായ ഗ്രാമമുഖ്യൻ മറുപടി നൽകി. അതിൻ പ്രകാരം മുല്ല നാസ്രുദ്ദീന്റെ കൃഷിയിടത്തിലെ ഭൂമിയുടെ മുകളിൽ വിളയുന്നതിനെല്ലാം ഗ്രാമമുഖ്യന് അവകാശം നൽകിക്കൊണ്ട് മന്ത്രി ഉത്തരവ് നൽകി. ആ വർഷം മുല്ല കൃഷി ചെയ്തത് മധുരക്കിഴങ്ങായിരുന്നു. നല്ല വിളവും കിട്ടി. ടൺ കണക്കിന് മധുരക്കിഴങ്ങുണ്ടായി. ഗ്രാമമുഖ്യന് കുറെ ഇലയും വള്ളിയും കിട്ടി. അതാണല്ലോ ഭൂമിക്ക് മുകളിൽ വളരുന്നത്. ഗ്രാമമുഖ്യൻ വീണ്ടും മന്ത്രിയെ സമീപിച്ചു. ഇത്തവണ നാസ്രുദ്ദീന്റെ കൃഷിയിടത്തിലെ ഭൂമിക്കടിയിൽ വിളയുന്നതിനെല്ലാം അവകാശം സ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് മന്ത്രിയിൽ നിന്ന് അദ്ദേഹം വാങ്ങി. അത് മുല്ലയെ ഏൽപ്പിച്ചുകൊണ്ട് ഗ്രാമമുഖ്യൻ പറഞ്ഞു, ഞാൻ വരും വിളവ് കൊണ്ടുപോകാൻ. ഇത്തവണ മുല്ല ഗോതമ്പാണ് കൃഷി ചെയ്തത്. പതിവ് പോലെ നല്ല വിളവ് കിട്ടി. അനേകം ചാക്ക് ഗോതമ്പ് നാസ്രുദ്ദീന് കിട്ടി. ഗ്രാമമുഖ്യൻ തൻ്റെ പങ്ക് പറ്റാനെത്തി. പക്ഷേ ഗോതമ്പ് ചെടിയുടെ വേരല്ലാതെ എന്ത് കിട്ടാൻ? അതല്ലേ മണ്ണിനടിയിൽ ഉണ്ടാകുന്നത്.